നമസ്കാരം. മുന്നിൽ നിന്ന് ആക്രമിക്കുകയും നേരെ വരുന്ന ആക്രമണങ്ങളെ നേരിട്ട് പ്രതിരോധിക്കുകയും ചെയ്യുക എന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്കുടമയായ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് ചില മുന്നറിയിപ്പുകൾ കൊടുത്തു തുടങ്ങിയത് ചർച്ചയാവുകയാണ്. സ്വന്തം കോട്ടയുടെ ബലം ഒന്നുകൂടി ഉറപ്പിക്കാൻ BJPയെ നിർബന്ധിതമാക്കുന്ന വാക്കുകളാണ് രാഹുൽ ഉച്ചരിച്ചത്. കുറച്ചു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് എന്നെ ആരും അറിയിച്ചില്ല, ആരുമൊന്നും പറഞ്ഞില്ല എന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് അവസരം കൊടുക്കാതിരിക്കാനാണ് രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ മുൻകൂട്ടി വെളിപ്പെടുത്തിയത്. രാഹുൽ മുന്നറിയിപ്പ് കൊടുത്ത കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനും അതിന് മുളയിലേ നുള്ളാനും സർവ്വവിധ ഇന്റലിജൻസ് സംവിധാനവും കാര്യക്ഷമമാക്കാനും മോദി ഇതോടെ നിർബന്ധിതനായിരിക്കുകയാണ്. നരേന്ദ്രമോദി ക്യാമ്പിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യൻ ബ്ലോക്കുമായി സമ്പർക്കത്തിലാണെന്ന വലിയ രഹസ്യമാണ് രാഹുൽ ഗാന്ധി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. പാളയത്തിൽ പടയൊരുങ്ങുന്നു എന്ന സൂചന നൽകുന്നത് കൂടാതെ അതിനെ പ്രതിപക്ഷ ഗൂഢാലോചനയായി വ്യാഖ്യാനിക്കാൻ മിനക്കെടേണ്ട എന്ന സന്ദേശവും അതിലുണ്ട്. ഒരു ചെറിയ അസ്വസ്ഥത പോലും സർക്കാർ രൂപീകരിച്ച ദേശീയ ജനാധിപത്യ സഖ്യത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് രാഹുൽ തറപ്പിച്ചു പറഞ്ഞത് മോദിയെ സംബന്ധിച്ച് ചില ദുസ്സൂചനകൾ പുറത്തുവിടുന്നുണ്ട്. മോദി സർക്കാരിനുള്ളിൽ വലിയ അതൃപ്തി ഉണ്ടെന്ന് അവകാശപ്പെട്ട് പ്രാദേശിക പാർട്ടികൾ നിലയുറപ്പിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ നിലനിൽക്കാൻ വളരെ പ്രയാസമാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ സംഖ്യകൾ വളരെ ദുർബലമാണ് എന്ന് തോന്നാമെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ പോലും സർക്കാരിന് വീഴ്ത്തിയേക്കാം എന്ന മുന്നറിയിപ്പ് രാഹുൽ നൽകി. തന്റെ അവകാശവാദങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ രാഹുൽ ഗാന്ധി വിസമ്മതിച്ചുവെങ്കിലും പറഞ്ഞിടത്തോളം വാക്കുകൾ തന്നെ മോദിയുടെ ഉറക്കം കെടുത്താൻ പര്യാപ്തമാണ്. 293 ലോക്സഭാ സീറ്റുകളോടെ NDA കേന്ദ്രത്തിൽ തുടർച്ചയായി 3ാം തവണയും വിജയിച്ചുവെങ്കിലും ഇത്തവണ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതാണ് പ്രധാന കാരണം. അധികാരം നിലനിർത്താൻ ചെറിയ പാർട്ടികളെ ആശ്രയിക്കാൻ അവർ നിർബന്ധിതരായി. BJPയെ താഴെയിറക്കാൻ രൂപീകരിച്ച ഇന്ത്യ സഖ്യം 234 സീറ്റുകൾ നേടി പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ രാഹുൽ ഗാന്ധിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വിസ്മയം തീർത്തു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ BJP ഉപയോഗിച്ചിരുന്ന വെറുപ്പാണ് ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതെന്ന് രാഹുൽ ഗാന്ധി അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞു. വിദ്വേഷം പരത്താം, ദേഷ്യം പടർത്താം, അതിന്റെ നേട്ടം കൊയ്യാം എന്ന BJP ആശയം ഇന്ത്യൻ ജനത തള്ളിക്കളഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിൽ അടിസ്ഥാനപരമായി സംഭവിച്ചത് BJPയുടെ അടിസ്ഥാന തന്ത്രമായ മതവിദ്വേഷം സൃഷ്ടിക്കുക എന്ന ആശയം തകർന്നു എന്നതാണ് എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്നത് വഴിയിൽ തങ്ങില്ലെന്ന സൂചന രാഹുൽ നൽകിക്കഴിഞ്ഞെങ്കിലും മോദി നിരാശനായി വെറുതെ ഇരിക്കുമെന്നൊന്നും ആരും കരുതേണ്ടതില്ല. സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളുടെ സർവ്വ നീക്കങ്ങളും നിരീക്ഷിച്ചും പറ്റുമെങ്കിൽ ഫോൺ ആശയവിനിമയങ്ങൾ പോലും ടാപ്പ് ചെയ്തും അട്ടിമറി നീക്കത്തെ അമിത്ഷായുടെ സഹായത്തോടെ മോദി ചെറുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഉണ്ടായ അതൃപ്തിക്ക് ശേഷം സ്പീക്കർ തെരഞ്ഞെടുപ്പോടെ ഘടകകക്ഷികൾക്കിടയിൽ രൂപം കൊണ്ട അഭിപ്രായ വ്യത്യാസങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുലിന്റെ വാക്കുകൾ അറം പറ്റുന്നതാവുമോ എന്ന് കാത്തിരുന്നു കാണാം.